കേരളത്തിലെ ഒരു ഉൾനാടൻ ഗ്രാമം. പാടവും പച്ചപ്പുകളും എല്ലാം നിറഞ്ഞ ശാന്തസുന്ദരമായ ഒരു ഗ്രാമം. അവിടെ ഒരു കൊച്ചു വീട്ടിലായിരുന്നു റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആയിരുന്ന കൈമൾ മാഷ് താമസിച്ചിരുന്നത്. തൻ്റെ അധ്യാപന ജീവിതത്തിൽ വളരെയധികം കർശനക്കാരനായിരുന്നുവെങ്കിലും അദ്ദേഹം വളരെ സൗമ്യനും ശാന്ത സ്വഭാവക്കാരനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മാലിനിയും അതേ സ്കൂളിൽ തന്നെ അധ്യാപികയായി ജോലി ചെയ്യുകയായിരുന്നു. അവരുടെ ജീവിതം വളരെയധികം സന്തോഷത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു ബസ് അപകടത്തിൽപ്പെട്ട് മാലിനി മരണപ്പെടുന്നത്. അതോടെ ആ വീടിൻ്റെ വെളിച്ചമില്ലാതെയായി. മാലിനിയുടെ മരണശേഷം കൈമൾ മാഷ് ആകെ ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള കൈമൾ മാഷിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ 3 മക്കളായ അരുണിനെയും അർജുനെയും അശോകനെയും നോക്കുവാൻ വേണ്ടിയായിരുന്നു. മാലിനി മരിക്കുന്ന സമയം മൂത്ത മകൻ അർജുന് 15 വയസ്സായിരുന്നു. അരുണിനും അശോകിനും 13, 10 എന്നിങ്ങനെയുമായിരുന്നു പ്രായം. ഭാര്യയുടെ മരണശേഷം എല്ലാവരും അദ്ദേഹത്തെ ഒരു പുനർവിവാഹം ചെയ്യാൻ നിർബന്ധിച്ചു. കുട്ടികളെ അദ്ദേഹം എങ്ങനെ തനിച്ചു നോക്കും എന്നതായിരുന്നു ബന്ധുക്കളുടെയും എല്ലാവരുടെയും ആവലാതി. എന്നാൽ അദ്ദേഹത്തിന്റെ ഭയം മറ്റൊന്നുമല്ലായിരുന്നു. ഒരു സ്ത്രീയെ തന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാൽ തന്റെ കുട്ടികളെ അവൾക്ക് സ്വന്തം മക്കളായി അംഗീകരിക്കാൻ കഴിയുമോ, അവരെ ശരിയായ രീതിയിൽ നോക്കുമോ എന്ന് അദ്ദേഹം ഭയന്നു. ഈ ഭയം അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. തന്റെ മക്കളെ അമ്മയില്ലാത്ത വേദന അറിയിക്കാതെ വളർത്തണമെന്നും മറ്റൊരു സ്ത്രീ അവരെ ഒരിക്കലും വേദനിപ്പിക്കാൻ ഇടവരരുതെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം രണ്ടാമതൊരു വിവാഹം തന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറച്ച ഒരു തീരുമാനമെടുത്തിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം മക്കൾക്കായി മാത്രം സമർപ്പിച്ചു. അമ്മയില്ലാത്ത ദുഃഖം അവരെ അറിയിക്കരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നത് കൊണ്ട് തന്നെ 3 പേരെയും അദ്ദേഹം ഒരു കുറവുമില്ലാതെ വളർത്തിയെടുത്തു. അമ്മയുടെ വേർപാട് വളരെ വേഗം തന്നെ അവർ മറന്നു തുടങ്ങിയിരുന്നു. അച്ഛനെ അവർക്ക് ജീവന്റെ ജീവനുമായിരുന്നു. മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായിരുന്ന ഒരു അച്ഛനും അച്ഛനു വേണ്ടി അതുപോലെ തന്നെ എന്ത് ചെയ്യാനും തയ്യാറായിരുന്ന മക്കളുമായിരുന്നു അവർ. പിന്നീട് അങ്ങോട്ട് അവർക്ക് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നാളുകൾ തന്നെയായിരുന്നു. വർഷങ്ങൾ വളരെ വേഗത്തിൽ കടന്നുപോയി. കൈമൾ മാഷിന് പ്രായമായി. അദ്ദേഹം തന്റെ ജോലിയിൽ നിന്നും വിരമിച്ചു. 3 മക്കൾക്കും ഉന്നത വിദ്യാഭ്യാസം കൊടുത്തതുകൊണ്ട് തന്നെ അവർ നല്ല ജോലിക്കാരാവുകയും അനുയോജ്യമായ കുടുംബങ്ങളിൽ നിന്നും വിവാഹം ചെയ്യുകയും അവരുടെ കുട്ടികളും കൂട്ടുകുടുംബവുമായി ആ വീട്ടിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി കഴിയുകയായിരുന്നു. എന്നാൽ ഒരുപാട് അംഗങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു വീട്ടിലും കൈമൾ മാഷ് തനിച്ചാക്കപ്പെട്ടു. അദ്ദേഹത്തോട് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഒന്നും ആർക്കും തന്നെ നേരമുണ്ടായിരുന്നില്ല. മക്കൾ അവരുടെ കുടുംബകാര്യങ്ങളിലും ജോലിക്കാര്യങ്ങളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതുകൊണ്ട് തന്നെ മരുമക്കളും അദ്ദേഹത്തെ അങ്ങനെ പരിഗണിക്കാറില്ലായിരുന്നു. പേരക്കുട്ടികൾ പോലും അദ്ദേഹത്തിനടുത്തേക്ക് വരുന്നതും കളിക്കുന്നതും സംസാരിക്കുന്നതും ഒന്നും മരുമക്കൾക്ക് ഇഷ്ടമല്ലായിരുന്നു. കുട്ടികളെ അദ്ദേഹത്തിനടുത്തേക്ക് പോകരുത് എന്ന് അവർ വിലക്കി. അദ്ദേഹത്തിന് അവർ നൽകുന്ന ഭക്ഷണം ഔദാര്യം പോലെയായിരുന്നു അവർ കരുതിയിരുന്നത്. അദ്ദേഹത്തിന് അവർ നൽകുന്ന ഭക്ഷണത്തിന് കണക്ക് വെക്കുകയും അദ്ദേഹത്തെ പലപ്പോഴായി അപമാനിക്കുകയും ചെയ്യുമായിരുന്നു. ഉള്ളിലൊരു കടലിരമ്പുന്നുണ്ടായിരുന്നെങ്കിലും ഈ വേദനയെല്ലാം അദ്ദേഹം നിശബ്ദമായി തന്നെ സഹിച്ചു. കൈമൾ മാഷ് ആരോടും ഒരു പരാതിയും പറയാതെ ഉള്ള സമയമെല്ലാം അദ്ദേഹത്തിന്റെ മുറിയിൽ തന്നെ കഴിഞ്ഞുകൂടി. ഒരു കാലത്ത് തന്റെ ജീവിതം പോലും നോക്കാതെ മക്കൾക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ച തന്റെ ജീവിതം ഇന്ന് ആ വീട്ടിൽ താനൊരു അന്യനെ പോലെ കഴിയേണ്ടി വരുന്നതോർത്ത് അദ്ദേഹത്തിന്റെ ഉള്ളൊന്ന് നീറി. കൈമൾ മാഷിനെ ആ വീട്ടിൽ ഒരാൾ പോലും പരിഗണിക്കാതെ ഇരുന്നപ്പോൾ അദ്ദേഹം നിസ്സഹായനായി. മക്കളും മരുമക്കളും ഒന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് യാതൊരു വിലയും നൽകിയിരുന്നില്ല. ഈ അവസ്ഥയിൽ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരുന്ന അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഉറ്റ ചങ്ങാതിയായിരുന്ന പ്രഭാകരൻ മാഷിനോട് തന്റെ ജീവിതത്തിലെ ദുരിതങ്ങളെല്ലാം വിവരിച്ചപ്പോൾ കൈമൾ മാഷിന്റെ ദുരിതം കലർന്ന ജീവിതം മനസ്സിലാക്കിയ അദ്ദേഹത്തിന് ദേഷ്യവും സങ്കടവും അടക്കാനായില്ല. അദ്ദേഹം കൈമൾ മാഷിനോട് പറഞ്ഞു, എടോ, ഇന്നത്തെ കാലത്ത് എല്ലാ മക്കളും ഇങ്ങനെ തന്നെയാണ്. ആർക്കും ആരെയും വേണ്ട. അവർക്ക് അവരവരുടെ സ്വന്തം കാര്യം മാത്രം മതി. നമ്മുടെയൊക്കെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. അവർ സമ്പാദിക്കുന്ന ഒരു പൈസ പോലും നമുക്ക് വേണ്ടി ചെലവാക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഭക്ഷണം നൽകുന്നത് പോലും തനിക്കൊരു ഔദാര്യം നൽകുന്നത് പോലെയാണെന്നും കുട്ടികളെ പോലും തൻ്റെ അടുത്തേക്ക് വിടാറില്ല എന്നും കേട്ട് പ്രഭാകരന് ദേഷ്യം അടക്കാനായില്ല. മക്കൾക്ക് വേണ്ടി ജീവിതം മുഴുവനും ഒഴിഞ്ഞുവെച്ച തനിക്ക് ഈ ഗതി വന്നല്ലോ എന്നോർത്ത് പ്രഭാകരൻ ദേഷ്യത്തോടെ സ്വയം പറഞ്ഞു, എന്തു ചെയ്യാനാടോ, ആർക്കും ആരെയും വേണ്ടാത്തൊരു കാലമാണിത്.
പ്രത്യേകിച്ച് മക്കൾക്ക്. നമ്മളെപ്പോലെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച മാതാപിതാക്കൾക്ക് വരുന്ന വിധി ഇതാണോ? പ്രഭാകരൻ സ്വയം ചോദിച്ചു. കൈമൾ മാഷ് നിശബ്ദനായിരുന്നു. പറയാൻ വാക്കുകൾ കിട്ടാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം. മക്കളുടെ സന്തോഷത്തിനു വേണ്ടി സ്വന്തം ജീവിതം തന്നെ ത്യജിച്ച കൈമൾ മാഷിന് ഈ ഗതി വന്നപ്പോൾ പ്രഭാകരനത് സഹിക്കാനാവുന്നില്ലായിരുന്നു. താൻ ജീവൻ കൊടുത്ത് സ്നേഹിച്ച മക്കളുടെ ഭാര്യമാരിൽ നിന്നും വളരെ മോശം സമീപനം നേരിട്ടപ്പോൾ അദ്ദേഹത്തിന് ഹൃദയം നുറങ്ങുന്ന വേദനയായിരുന്നു. താൻ ഒറ്റയ്ക്ക് വളർത്തി വലുതാക്കിയ മക്കൾക്ക് തന്നോടൊന്ന് സംസാരിക്കാൻ പോലും നേരമില്ലാതായിരിക്കുന്നു. കൈമൾ മാഷ് എന്തു ചെയ്യണമെന്നറിയാതെ ഒറ്റപ്പെട്ടു പോയിരുന്നു. ദിവസങ്ങളും മാസങ്ങളുമൊക്കെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥ ആ വീട്ടിൽ വളരെയധികം പരിതാപകരമായി പോയിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം അദ്ദേഹം വെള്ളമെടുക്കാനായി ടേബിളിനരികിലേക്ക് വന്നപ്പോൾ അടുക്കളയിൽ നിന്നും ചില അടക്കം പറച്ചിലുകൾ അദ്ദേഹത്തിന്റെ കാതുകളിൽ കേട്ടു. അദ്ദേഹം അത് ശ്രദ്ധിച്ചു. തന്റെ 3 മരുമക്കളും ചേർന്ന് തന്നെ ഈ വീട്ടിൽ നിന്നും എങ്ങനെ പുറത്താക്കാമെന്ന ആലോചനയിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അച്ഛനെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയ ശേഷം ഈ കുഗ്രാമത്തിൽ നിന്നും ടൗണിലേക്ക് താമസം മാറ്റണം എന്നൊക്കെയായിരുന്നു അവരുടെ പ്ലാനിങ്. കേട്ടത് വിശ്വസിക്കാനാവാതെ നിശബ്ദനായി അദ്ദേഹം അല്പനേരം അവിടെ തന്നെ നിന്നു. അച്ഛൻ സമ്മതിക്കുമോ എന്നതായിരുന്നു ഇളയ മരുമകളുടെ സംശയം. മൂത്തവൾ പറഞ്ഞു, അതിനയാളുടെ സമ്മതം എന്തിനാണ്? നമ്മുടെ ഭർത്താക്കന്മാരുടെ സമ്മതം മാത്രം മതി. ആ വാക്കുകളിൽ നിന്ന് തന്നെ കൈമൾ മാഷിന് അവരുടെ ക്രൂരമായ മുഖം വെളിവായിരുന്നു. നമ്മുടെ ഭർത്താക്കന്മാരെ കൊണ്ട് അച്ഛനോട് സംസാരിപ്പിച്ചാൽ ഈ വീട് നമ്മുടെ കൈകളിലേക്ക് എത്തും. പിന്നെ എല്ലാം നമ്മൾ വിചാരിക്കുന്നിടത്ത് വരും. എന്നാൽ ഒട്ടും വൈകണ്ട, നമുക്ക് ഇന്ന് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങണം. അവർ 3 പേരും ചേർന്ന് പ്ലാൻ ചെയ്തുകൊണ്ടേയിരുന്നു. മരുമക്കളുടെ ഈ ക്രൂരമായ വാക്കുകൾ കേട്ടുനിന്ന നിസ്സഹായനായ കൈമൾ മാഷ് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് വന്ന് കട്ടിലിലേക്ക് ചാരിയിരുന്ന് ആലോചിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു കാരണവശാലും തന്റെ പേരിലുള്ള ഈ വീട് ആർക്കും കൊടുക്കില്ല എന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. ഈ വിഷയത്തിൽ എന്തായാലും ഒരു വഴി കണ്ടെത്തണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. മരുമക്കൾ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം തന്റെ 3 മക്കളും ഒരുമിച്ച് കൈമൾ മാഷിന്റെ മുറിയിലേക്ക് കയറി വന്നു. വീടിന്റെയും സ്വത്തിന്റെയും കാര്യം സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് അവർ 3 പേരും ഒരുമിച്ച് തന്റെ അടുത്തേക്ക് വന്നതെന്ന് കൈമൾ മാഷിന് മനസ്സിലായിരുന്നു. മൂത്ത മകൻ അദ്ദേഹത്തോട് സംസാരിച്ചു തുടങ്ങി. അച്ഛാ, ഞങ്ങൾക്ക് 3 പേർക്കുമായി അച്ഛനോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അച്ഛൻ ഈ വീട് വിറ്റ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഷെയർ തരികയാണെങ്കിൽ ഞങ്ങൾക്ക് സിറ്റിയിലേക്ക് മാറാം. ഇത് കേട്ട കൈമൾ മാഷ് അവരോട് ശാന്തമായി ചോദിച്ചു, മോനെ, ഈ വീട് പണിതത് നീയാണോ? എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയെടുത്ത വീടാണിത്. അതെപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം. നിങ്ങളെ നന്നായി പഠിപ്പിച്ച് നല്ലൊരു ജോലി നേടിത്തന്നില്ലേ? അതുപോലെ നിങ്ങൾ സിറ്റിയിൽ പോയി സ്വന്തമായ അധ്വാനത്തിലാണ് വീടുണ്ടാക്കേണ്ടത്. അപ്പോൾ മാത്രമേ ഞാൻ ഇപ്പോൾ ഈ പറയുന്നതിൻ്റെ വേദന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇത് കേട്ടപ്പോൾ ഇളയ മകൻ അരുൺ ദേഷ്യത്തോടെ പറഞ്ഞു, അച്ഛൻ ഈ പ്രായത്തിലും എന്തിനാണ് ഇത്രയും വലിയൊരു വീട്? ഞങ്ങളൊക്കെ വേറെ വീട്ടിൽ താമസിക്കുമ്പോൾ അച്ഛൻ എന്തിനാണ് ഇത്രയും വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാമെന്ന് വിചാരിക്കുന്നത്? അവരുടെ വാക്കുകളെല്ലാം കേട്ട കൈമൾ മാഷ് ഒരു പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു, അതിന് ഈ ജന്മത്ത് നീ ഒന്നും ഈ വീട് വിട്ടു പോകാൻ പോകുന്നില്ല എന്നത് എനിക്കറിയുന്ന കാര്യമാണ്. 1 രൂപ പോലും ഈ വീടിന് വേണ്ടി ചെലവാക്കാത്ത നീയൊക്കെയാണോ ഇനി ഒറ്റയ്ക്ക് വാടക വീട്ടിലും സ്വന്തമായി വീടെടുക്കാനുമൊക്കെ പോകുന്നത്? നടക്കാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക് എന്ന് പറഞ്ഞ് കൈമൾ മാഷ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി കണ്ണുകൾ അടച്ചു. തൻ്റെ കഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ കഷ്ടപ്പാടിൻ്റെ മൂല്യം മക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയതിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വിഷമിച്ചു. ദിവസങ്ങളും മാസങ്ങളും കടന്നു പോകവേ കൈമൾ മാഷിൻ്റെ അവസ്ഥ വളരെ ദയനീയമായി കൊണ്ടേയിരുന്നു. വീട് വിറ്റ് പണം പങ്കിട്ടെടുക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ മരുമക്കളുടെയും മക്കളുടെയും ആവശ്യം നിരസിച്ചതോടെ മക്കൾക്കും മരുമക്കൾക്കും അദ്ദേഹത്തോടുള്ള ദേഷ്യം കൂടിക്കൊണ്ടേയിരുന്നു. അവർ അദ്ദേഹത്തോട് കൂടുതൽ അകൽച്ച കാണിക്കുകയും എല്ലാ കാര്യങ്ങളിൽ നിന്നും അദ്ദേഹത്തെ അവഗണിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കവെയാണ് കൈമൾ മാഷിന് പെട്ടെന്നൊരു തളർച്ച പോലെ തോന്നിയത്. അദ്ദേഹം തൻ്റെ മക്കളോട് തന്നെ അന്ന് ആശുപത്രിയിൽ എത്തിക്കാനായി ആവശ്യപ്പെട്ടു. എന്നാൽ ഇതൊരു അവസരമായി കണ്ട മക്കൾ അദ്ദേഹത്തിന്റെ ഈ നിസ്സഹായ അവസ്ഥയെ പോലും മുതലെടുക്കാനായി തീരുമാനിച്ചു. ഞങ്ങളെ അച്ഛനെ ആശുപത്രിയിൽ എത്തിക്കാം, പക്ഷേ ഞങ്ങൾക്കൊരു കണ്ടീഷനുണ്ട്. ഞങ്ങൾ പറഞ്ഞതുപോലെ വീട് വിൽക്കാൻ അനുവദിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ 3 പേരുടെയും പേരിലേക്ക് വീട് എഴുതി തരികയോ ചെയ്യണം.
അങ്ങനെയാണെങ്കിൽ അച്ഛനെ ഞങ്ങൾ ഇപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിക്കാം. തന്റെ മക്കൾ ഇതെല്ലാം നിസ്സംഗതയോടെ പറയുന്നത് കേട്ടുനിന്ന കൈമൾ മാഷ് ഞെട്ടിപ്പോയി. തന്റെ മക്കൾക്ക് പണത്തിനോടുള്ള ആർത്തി മാത്രമേ ഉള്ളൂവെന്നും തന്റെ ജീവനൊരു വിലയുമില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. വേദനയോടെ അദ്ദേഹം തന്റെ മുറിയിലേക്ക് മടങ്ങി. അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാനോ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ പോലും ആരും തയ്യാറായില്ല. അദ്ദേഹം ആ മുറിയിൽ ഒറ്റപ്പെട്ട് കിടക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തത്. കൈമൾ മാഷ് പതിയെ എഴുന്നേറ്റ് വന്ന് ഫോൺ എടുത്തു. മറുതലയ്ക്കൽ അദ്ദേഹത്തിന്റെ ഉറ്റ ചങ്ങാതിയായിരുന്ന പ്രഭാകരനായിരുന്നു. തളർച്ചയോടെ കൈമൾ മാഷ് പ്രഭാകരനോട് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. മക്കൾ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പോലും പണത്തിന്റെ പേരിൽ വിലപേശിയെന്ന് കേട്ട പ്രഭാകരന് വല്ലാത്ത മാനസിക വിഷമം തോന്നി. എടോ, താൻ വേഗം റെഡിയായി നിൽക്ക്, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടൊരു വണ്ടിയുമായി വരാം എന്ന് പ്രഭാകരൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പ്രഭാകരൻ പെട്ടെന്ന് തന്നെ കാറുമായി വന്ന് കൈമൾ മാഷിനെ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഡോക്ടറെ കണ്ട് ചെക്കപ്പ് എല്ലാം ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ അവരൊരു ചായക്കടയിൽ ഇറങ്ങി. ചായ കുടിക്കുന്നതിനിടയിൽ പ്രഭാകരൻ കൈമൾ മാഷിനോട് പറഞ്ഞു, കൈമളെ, നിന്റെ മക്കളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അവരെ ഒരു പാഠം പഠിപ്പിക്കണം. എല്ലാത്തിൻ്റെയും വില എന്താണെന്ന് അവരെ മനസ്സിലാക്കിക്കണം. അതിന് ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതെന്താണ് പ്രഭാകര എന്ന് കൈമൾ മാഷ് തിരികെ ചോദിച്ചപ്പോൾ പ്രഭാകരൻ പറഞ്ഞ മറുപടി കേട്ട് കൈമൾ മാഷ് ഒന്ന് ഞെട്ടി. നീ ഒരു കല്യാണം കഴിക്കണം. അതൊന്നും ശരിയാവില്ല. കൈമൾ മാഷ് കേട്ടപാടെ തന്നെ നിഷേധിച്ചു. ശരിയാകും, പ്രഭാകരൻ ഉറച്ച വാക്കിൽ തന്നെ പറഞ്ഞു. നിനക്ക് വയ്യാതെ ആയപ്പോൾ ആരെങ്കിലും നിന്നെ ഒന്ന് നോക്കാനുണ്ടോ? മക്കളും മരുമക്കളും ഒരെണ്ണം പോലും നിന്നെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കുന്നില്ല. ഇനി നിനക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നീ ഒരു വിവാഹം കഴിച്ചേ മതിയാവൂ. എടോ, ഈ പ്രായത്തിൽ എന്തിനാണ്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനോ? പ്രഭാകരൻ തിരികെ ചോദിച്ചു. ഏത് പ്രായത്തിൽ? നമുക്കൊരു സങ്കടവും വിഷമവും പങ്കിടാൻ ഒരാള്. നാളെ നീ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അത്രയും നീ ചിന്തിച്ചാൽ മതി. നീ നല്ലവണ്ണം ആലോചിച്ച് തീരുമാനിക്ക് എന്ന് പ്രഭാകരൻ കൈമളിനോട് പറഞ്ഞതിനു ശേഷം അവർ ഒരുമിച്ച് കൈമൾ മാഷിന്റെ വീട്ടിലേക്ക് പോയി. പ്രഭാകരൻ പറഞ്ഞ കാര്യങ്ങൾ കൈമൾ മാഷ് ആഴത്തിൽ തന്നെ ചിന്തിച്ചു. അത് ശരിയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നാൽ തന്റെ മക്കളെയും മരുമക്കളെയും നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന ഒരാളായിരിക്കണം തന്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് കയറി വരുന്നതെന്ന് കൈമൾ മാഷിന് നിർബന്ധമുണ്ടായിരുന്നു. ഉടൻ തന്നെ കൈമൾ മാഷ് പ്രഭാകരനെ ഫോണിൽ വിളിച്ചു. വായനശാലയിലേക്ക് വരണമെന്നും ഉടൻ തന്നെ നമുക്കൊന്ന് നേരിൽ കാണാമെന്നും അദ്ദേഹം അറിയിച്ചു. അങ്ങനെ അവർ വൈകുന്നേരം ഒരുമിച്ച് കൂടി വായനശാലയ്ക്കടുത്തുള്ള ചായക്കടയിലിരുന്ന് രണ്ടുപേരും സംസാരിച്ചു. പ്രഭാകര, നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ്, കൈമൾ മാഷ് പറഞ്ഞു. പക്ഷേ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അത് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല. ഇത് കേട്ട പ്രഭാകരൻ പറഞ്ഞു, എടോ, എൻ്റെ പെങ്ങൾ നന്ദിനി അളിയൻ മരിച്ച ശേഷം വർഷങ്ങളായി ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. അവൾക്കൊരു മകനുണ്ട്. അവനങ്ങ് UK-യിലാണ്. അവൻ നാട്ടിലേക്ക് വരികയൊന്നുമില്ല. അവൻ അവിടെ ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണ്. എടോ, നീ അവളെ വിവാഹം ചെയ്താൽ അവൾക്കും നല്ലൊരു ജീവിതം കിട്ടും, നിനക്കും നല്ലൊരു കൂട്ടാവുകയും ചെയ്യും. നീ ഇത് ആലോചിച്ച് തീരുമാനിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് വേറെ നോക്കാം. കൈമൾ മാഷ് പറഞ്ഞു. എന്തിനാണ് ഇനി വേറെ നോക്കുന്നത്? നന്ദിനി തന്നെ മതി. അവൾക്കാവുമ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യാം. നീ എന്തായാലും നന്ദിനിയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പറ എന്ന് കൈമൾ മാഷ് പ്രഭാകരനോട് പറഞ്ഞു. പ്രഭാകരൻ തൻ്റെ സ്കൂട്ടറും എടുത്ത് നന്ദിനിയെ കാണാനായി വീട്ടിലേക്ക് പോയി. പ്രഭാകരൻ നന്ദിനിയോട് കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം നന്ദിനിക്ക് വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നുവെങ്കിലും കൈമൾ മാഷിന്റെ കാര്യങ്ങളും അവസ്ഥയും കേട്ടപ്പോൾ നന്ദിനി വിവാഹത്തിന് തയ്യാറായി. ഈ വിവരം പ്രഭാകരൻ കൈമൾ മാഷിനെ അറിയിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു നല്ല ദിവസം കുറിച്ച് വരാം. ആ ദിവസം നമുക്ക് കല്യാണം നടത്താം. അതുവരെ എല്ലാം രഹസ്യമായിരിക്കണം, പ്രഭാകരൻ കൈമൾ മാഷിനോട് പറഞ്ഞു. കൈമൾ മാഷ് അത് സമ്മതിച്ച് ഫോൺ കട്ട് ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ തന്നെ നല്ലൊരു മുഹൂർത്തം കുറിച്ചു കിട്ടിയിരുന്നു. അപ്പോൾ തന്നെ പ്രഭാകരൻ അത് കൈമൾ മാഷിനെ അറിയിക്കുകയും അവരുടെ വിവാഹം 2 ദിവസത്തിനുള്ളിൽ തന്നെ നടക്കുകയും ചെയ്തു. ഒരു ഞായറാഴ്ച മക്കളും മരുമക്കളും എല്ലാം സന്തോഷത്തോടെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു മുറ്റത്തൊരു കാർ വന്ന് നിന്നത്. കാറിൽ നിന്നും വിവാഹവേഷത്തിൽ കൈമൾ മാഷും നന്ദിനിയും ഇറങ്ങി വന്നത്. ഈ കാഴ്ച കണ്ട മക്കളും മരുമക്കളുമെല്ലാം അല്പം നേരം സ്തബ്ധരായി നിന്നുപോയി. പെട്ടെന്ന് ബോധം വന്ന മൂത്ത മകൻ ചോദിച്ചു, അച്ഛൻ എന്തിന്റെ കേടാണ്? ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മക്കളും മരുമക്കളുമെല്ലാം അയാളെ ദേഷ്യത്തോടെ നോക്കി.
കൈമൾ മാഷ് ശാന്തമായ സ്വരത്തിൽ അവരോട് സംസാരിച്ചു. നിങ്ങൾ എൻ്റെ കാര്യങ്ങൾ നന്നായി നോക്കിയിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനൊരു കല്യാണം കഴിക്കുകയില്ലായിരുന്നു. എന്നെ നോക്കാനോ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ എന്തിന് എനിക്കൊരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു തരാൻ ഈ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു കൂട്ട് വേണമെന്ന് തോന്നി. നിങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ യൗവനത്തിൽ ഞാനൊരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കാതെ ഇരുന്നത്. ഇപ്പോൾ എന്നെ നോക്കാൻ ആരുമില്ല. അപ്പോൾ എനിക്കൊരു കൂട്ട് വേണമെന്ന് തോന്നി. അതൊരു തെറ്റാണോ? ഇത്രയും പറഞ്ഞ ശേഷം കൈമൾ മാഷ് നന്ദിനിയുടെ കൈയും പിടിച്ച് അകത്തേക്ക് കയറിപ്പോയി. മറുത്തൊന്നും പറയാനാകാതെ മക്കളും മരുമക്കളുമെല്ലാം സ്തബ്ധരായി പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. പിറ്റേന്ന് രാവിലെ നന്ദിനി അടുക്കളയിൽ കയറി ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങിയിരുന്നു. മരുമക്കൾക്ക് നന്ദിനിയുടെ ഓരോ പ്രവൃത്തിയും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവർ ദേഷ്യത്തോടെ നന്ദിനിയോട് ചോദിച്ചു, നിങ്ങളോട് ആരാണ് അടുക്കളയിൽ കയറാൻ പറഞ്ഞത്? നന്ദിനി ദേഷ്യത്തോടെ തന്നെ അവരെ നോക്കി പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ വീടാണിത്. നന്ദിനി എടുക്കുന്നതും വെക്കുന്നതുമായ ഓരോ കാര്യങ്ങൾക്കും മരുമക്കൾ കുറ്റം കണ്ടെത്താൻ തുടങ്ങിയിരുന്നു. അവർ പറയുന്നതൊന്നും കേട്ടതായി പോലും നടിക്കാതെ നന്ദിനി അവിടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരുന്നു. ശക്തമായ താക്കീതെന്ന രീതിയിൽ നന്ദിനി അവരോട് പറഞ്ഞു, ഞാനാണിവിടെ ഇനി കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഞാൻ പറയുന്നതനുസരിച്ച് നിന്നാൽ നിങ്ങൾക്കിവിടെ സമാധാനമായി ജീവിക്കാം. അല്ലെങ്കിൽ ഒരു താക്കീതെന്ന രീതിയിൽ നന്ദിനി അവരെ 3 പേരെയും നോക്കി. പുറത്തുനിന്നും ഇതെല്ലാം കണ്ടു നിന്ന മക്കൾക്കും നന്ദിനിയോട് വല്ലാത്ത ദേഷ്യം തോന്നി. അവർ പതിയെ കൈമൾ മാഷിനടുത്തേക്ക് ചെന്ന് പറഞ്ഞു, അച്ഛാ, ആ സ്ത്രീയെ പുറത്താക്കണം. അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇനി മുതൽ നന്നായി നോക്കിക്കൊള്ളാം. അത് കേട്ട കൈമൾ മാഷ് തിരിച്ച് മക്കളോടായി ചോദിച്ചു, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഭാര്യമാരെ വീട്ടിൽ പറഞ്ഞുവിടാൻ തയ്യാറാണോ? എങ്കിൽ ഞാനും എൻ്റെ ഭാര്യയെ തിരികെ പറഞ്ഞുവിടാം. അപ്പോൾ മക്കൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി പറഞ്ഞു, അതെങ്ങനെ സാധ്യമാകും? അവർ ഞങ്ങളുടെ ഭാര്യമാരല്ലേ? അപ്പോൾ കൈമൾ മാഷും തിരികെ പറഞ്ഞു, നന്ദിനിയും എൻ്റെ ഭാര്യയാണ്. അവളെയും എനിക്ക് തിരികെ പറഞ്ഞുവിടാനാകില്ല. എല്ലാവരും പരസ്പരം സഹകരിച്ചും സന്തോഷത്തോടെയും മുന്നോട്ട് പോയാൽ ഇവിടെ ജീവിക്കാം. അല്ലെങ്കിൽ എല്ലാവരും അല്പം ബുദ്ധിമുട്ടേണ്ടി വരും. ശേഷം അദ്ദേഹം തന്റെ മക്കളോടായി വളരെയധികം വിഷമത്തോടെ ചോദിച്ചു, നിങ്ങളോട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങളുടെ അമ്മ മരിച്ച ശേഷവും അതറിയിക്കാതെ നിങ്ങളെ പൊന്നുപോലെ വളർത്തിയതിനാണോ? നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ലൊരു ജോലിയിൽ എത്തിച്ചതിനാണോ? അതോ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ വിവാഹം കഴിപ്പിച്ചു തന്നതിനാണോ? അദ്ദേഹം വീണ്ടും മരുമക്കളോടായി ചോദിച്ചു, ഞാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്തിട്ടുണ്ടോ? എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ ശത്രുവായി കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല മക്കളെ. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നിങ്ങൾ എന്നോട് കാണിക്കുന്നത് കണ്ടു തന്നെയാണ് നിങ്ങളുടെ മക്കളും വളരുന്നത്. അപ്പോൾ എൻ്റെ ഈ അവസ്ഥ തന്നെയായിരിക്കും നാളെ നിങ്ങൾക്കും ഉണ്ടാവുക. കൈമൾ മാഷിന്റെ ഈ വാക്കുകൾ മക്കളെയും മരുമക്കളെയും കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. എല്ലാം കേട്ടുകഴിഞ്ഞ മക്കൾക്കും മരുമക്കൾക്കും അദ്ദേഹത്തോട് തങ്ങൾ ചെയ്ത പ്രവൃത്തിയിൽ കുറ്റബോധം തോന്നി തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വേദനയായി നിലകൊണ്ടിരുന്ന ആ വാക്കുകൾ ആ വീടിന്റെ നിശബ്ദതയെ ഭേദിച്ചു. മക്കൾ അച്ഛൻ്റെ അരികിലേക്ക് നടന്നു വന്നു. കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും ഒരു ബുദ്ധിമുട്ടും വരാതെ ഇനിയുള്ള കാലം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന വാക്ക് നൽകിയ അവർ സന്തോഷത്തോടെ ചിരിച്ചു. നന്ദിനിയുടെ വരവ് ആ വീട്ടിൽ പഴയ സന്തോഷങ്ങളെ തിരികെ എത്തിക്കുന്ന വിധമായിരുന്നു. പിന്നീടുള്ള കാലം അവരെല്ലാവരും വളരെയധികം സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞുപോയി.